ഗ്രാമപ്രദേശങ്ങളിലും ഒരുപോലെ ജനജീവിതം സ്തംഭിച്ചു. കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടക്കുകയാണ്. ഇരുചക്ര വാഹനങ്ങൾക്ക് പുറമെ ഏതാനും സ്വകാര്യ വാഹനങ്ങളും നിരത്തിലിറങ്ങി എന്നതൊഴിച്ചാൽ നിരത്തുകൾ പൂർണ്ണമായും വിജനമായിരുന്നു. എല്ലാ ഹർത്താലിലും എന്ന പോലെ ഇതുതന്നെയാണ് ഇത്തവണയും സംഭവിച്ചത്. ഞായറാഴ്ചയ്ക്ക് ശേഷം വീണ്ടും ഒരു പൊതു അവധി കിട്ടിയതുപോലെയായിരുന്നു മലയാളികളുടെ ആഹ്ലാദം. മദ്യവും കോഴിയും വാങ്ങി ഒരു കൂട്ടർ ഇന്നലെ തന്നെ ആഘോഷം ആരംഭിച്ചപ്പോൾ മറ്റൊരു കൂട്ടർ കനത്ത മഴയിൽ പുതച്ചു മൂടിക്കിടന്നുറങ്ങി. ട്രെയിനുകൾ തടസ്സം കൂടാതെ ഓടിയെങ്കിലും യാത്രക്കാരായി ഉണ്ടായത് വിരലിലെണ്ണാവുന്നവർ മാത്രം. ദീർഘദൂര ട്രെയിനുകളിൽ വന്നിറങ്ങിയവർക്ക് മാത്രമായിരുന്നു ഹർത്താൽ പ്രശ്നമുണ്ടാക്കിയത്. रात से यहाँ है, कल रात से हमारा गाड़ी अभी 10:30 की है, तो इसलिए स्ट्राइक की वजह से हमको रात में इधर वेटिंग करना पड़ा. रात भर बहुत तकलीफ हुआ स्टेशन पर, लेकिन एरिया अच्छा है, इसकी वजह से कोई प्रॉब्लम नहीं है. अच्छा सिटी है, अच्छा हमको अच्छा लगा. ഹർത്താൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ വീടിന് പുറത്തേക്കിറങ്ങാതെയും ജോലിക്ക് പോകാതെയും ഇരിക്കുന്നത് കേരളീയർ മാത്രമാണ്. 8 ദിവസത്തിനുള്ളിൽ 2 തവണ ഹർത്താൽ വന്നിട്ടും മലയാളിക്ക് മാത്രം പ്രശ്നമില്ല. സമരത്തിന് ആഹ്വാനം ചെയ്തവർ വാഹനങ്ങൾ തടയാനോ കടകമ്പോളങ്ങൾ അടയ്ക്കാനോ രംഗത്തെത്തിയിരുന്നില്ല. എന്നിട്ടും ഹർത്താലിന്റെ സ്വന്തം നാടെന്ന പേര് നഷ്ടപ്പെടുത്താതിരിക്കാൻ ജനങ്ങൾ പൂർണ്ണ പിന്തുണ കൂടി നൽകിയതോടെ ഈ ഹർത്താലും വൻ വിജയമായി. മനോരമ ന്യൂസ്, കോഴിക്കോട്. കോഴിക്കോടും ഹർത്താൽ പൂർണ്ണമായിരുന്നു. രാവിലെ റെയിൽവേ സ്റ്റേഷനിലെ